ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ആനിമി കിങ് എന്ന ഈ ചാനൽ ആനിമി വില്ലേജ് ഒന്ന് മാറ്റാൻ പോവുകയാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിന്ന് പറയാൻ പോകുന്നത് സീസൺ 1 എപ്പിസോഡ് 7 ആണ്. ഈ നറൂട്ടോ കഴിഞ്ഞതിൽ മുത്തശ്ശനെ തോൽപ്പിക്കാൻ വന്നവരൊക്കെ അടിച്ചിട്ടിട്ടാണ് നിർത്തിയത്. ഇനി അവരുടെ രസകരമായ യാത്ര കാണില്ലേ? അപ്പോൾ നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനും നമ്മുടെ ആൾക്കാരും സെൻസൊക്കെയാണ്. ഇവരാണെങ്കിൽ മുത്തശ്ശൻ്റെ നേരത്തെ ഉള്ള ആൾക്കാരൊക്കെ അടിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു തോണിയിൽ യാത്ര ചെയ്യാണ്. നല്ല മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ദൂരെ മുത്തശ്ശൻ പണിയുന്ന ആ വലിയ പാലം കാണും. ഇത്രയും വലിയ പാലമാണെന്ന് ആലോചിച്ചിട്ട് നമ്മളാൾക്കാർ ഒന്ന് ഞെട്ടും. നറൂട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ചിരിക്കണം, ഒന്ന് തുള്ളണം, ഒന്ന് ചാടി ഡാൻസ് കളിക്കണം, അങ്ങനെ ഇങ്ങനെയൊന്ന് ഒരുപാട് പറയാനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇനിയും സംസാരിച്ച കക്കാശി സെൻസെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഇടുന്ന അറിയണോണ്ട് ഒക്കെ അടക്കി പിടിച്ചിട്ട് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് നമ്മുടെ നറൂട്ടോ. ഇവിടെയാണെങ്കിൽ കക്കാശിക്കാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടു ആ വില്ലന്മാരെന്തിനാ നമ്മളെ തല്ലാൻ വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ കക്കാശി പറയും, എന്തിനാ നമ്മളെ തല്ലാൻ വന്നതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ എടുത്ത് വെള്ളത്തേക്ക് ഇടുന്നു പറയും. ഇത് കേട്ടിട്ട് നോ ഞാൻ പറയാം എന്നെ വെള്ളത്തിൽ കിടല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ മുത്തശ്ശൻ ഒന്നൊന്നായി പറഞ്ഞു തുടങ്ങും. ആക്ച്വലി നമ്മുടെ വില്ലേജിൽ ഒരു ഡോണുണ്ട്. ആ ഡോണെന്ന് വെച്ചാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആ ഡോണാണ്. ആ ഡോണിൻ്റെ പേര് കേട്ട് നമ്മളെ കക്കാശി വരെ ഞെട്ടിപ്പോവും. കാരണം എല്ലാ സ്ഥലത്തും വെപ്പൺസ്, കഞ്ചാവ്, മയക്കുമരുന്ന് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഭയങ്കര വലിയ ഡോണാണ്. ഇവനെതിർത്ത് ആരെങ്കിലും നിൽക്കേ അല്ലെങ്കിൽ ഇവൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താൽ അവനെ അധികം വൈകാതെ തട്ടിക്കളയുന്നൊക്കെ ഈ മുത്തശ്ശൻ പറയും. ഇത് കേട്ടാണെങ്കിൽ കക്കാശി ആണെങ്കിൽ ഈ മിഷൻ തന്നെ ഇത്രയും വലിയ മിഷനാണോ എന്ന് ആലോചിച്ച് ഒന്ന് അന്തം വിട്ട് നിൽക്കും. മുത്തശ്ശൻ പറയും, അവൻ ഓരോരോ ആൾക്കാർ പറഞ്ഞ് നമ്മൾ വില്ലേജിലേക്കെത്തി. അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലേജ് മുഴുവനും നശിപ്പിച്ച് ഒടുക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വില്ലേജിലുള്ള എല്ലാവരും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിക്കാമെന്ന് വിചാരിച്ചത്. അത് അവനക്കാണെങ്കിൽ വലിയൊരു തിരിച്ചടിയാവും. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നതെന്നും നേരത്തെ വന്ന 2 പേരും അവരുടെ ആൾക്കാർ തന്നെ ആവുമെന്നൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കക്കാശി ചോദിക്കും, അത് അവരുടെ ആൾക്കാരെന്താണെന്ന് നിനക്കെന്താ ഉറപ്പെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ മുത്തശ്ശൻ പറയും, അത് എന്നെ എന്തായാലും ഇങ്ങനെ ആക്രമിക്കാൻ വരണമെങ്കിൽ അത് അവന് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അത് അവന് തന്നെയാണെന്ന് തറപ്പിച്ച് പറയും. കക്കാശി ആണെങ്കിൽ ഇതും കൂടി കേട്ടതോടുകൂടി കഥാ ഹൂവ. കാരണം കക്കാശി പറയും, ഇതെന്തായാലും ഞങ്ങളെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, നിങ്ങളെന്തായാലും A-B റാങ്ക് മിഷൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ പറയും, അത്രയും ക്യാഷ് കൊടുക്കാൻ എൻ്റെ അടുത്ത് അത്രയും ക്യാഷില്ല, ഉള്ള ക്യാഷാണെങ്കിൽ ഞാൻ ഈ പാലത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ വർത്താനം പറഞ്ഞ് അങ്ങനെ വില്ലേജിൻ്റെ അടുത്തെത്തി. വില്ലേജ് കണ്ടപ്പോൾ തന്നെ ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ എന്നൊക്കെ നറൂട്ടോ പറയും. അപ്പോൾ കക്കാശി പറയും, ഓവർ ബ്യൂട്ടിഫുൾ അല്ല, നമ്മളിവിടെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു മിഷന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ വില്ലേജിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകുകയാണ്. നടന്നുകൊണ്ട് കാട്ടിനിടയിലൂടെയാണ് ഇവർ പോകുന്നത് കേട്ടോ. അപ്പോൾ നറൂട്ടോ സാസ്കെ ഒന്ന് നോക്കും. സാസ്കെ ആണെങ്കിൽ കഴിഞ്ഞ ഫൈറ്റിൻ്റെ ടൈമിൽ ഓവർ ഷോ ഒക്കെ കാണിച്ച് ഭയങ്കര ഷോയിൽ നടന്നു പോവാണ്. അപ്പം നറൂട്ടോക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര കുശിമ്പ് തോന്നും. ഇപ്രാവശ്യം ഞാൻ തന്നെ വില്ലന്മാരെ അടിച്ചൊതുക്കുമെന്ന് പറഞ്ഞിട്ട് 2 കുനായി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഹൂ എന്ന് പറഞ്ഞ് കുറച്ച് എക്സ്പ്രഷൻ ഇടും. അപ്പം മുത്തശ്ശനാണെങ്കിൽ ഒരു വോയിസ് ഇട്ടിട്ട് അവനെ പറ്റിക്കും. ഇത് കേട്ടിട്ട് സാക്കുർ വന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു മിഷനാ വന്നല്ല, നിൻ്റെ പൊട്ടത്തരം കാണാനല്ല എന്ന് പറയും. അപ്പോൾ ഈ കുനായി എറിഞ്ഞ ഭാഗത്തേക്കൊന്ന് പോയി നോക്കുമ്പോൾ ഒരു പാവ മുയലിനെ കാണും. ആ മുയലാണെങ്കിൽ ആ കുനായി കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പം നറൂട്ടോ ചെന്ന് അതിനെ കൊഞ്ചിക്കും. അപ്പം കക്കാശി വിചാരിക്കും, ഈ മുയൽ അങ്ങനെ ഇവിടെ ഈ ടൈമിൽ, ഈ പകൽ ടൈമിൽ ഇവിടെ വരില്ല, അപ്പോൾ അതിനർത്ഥം അവൻ നമ്മളെ ആരും നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്. അപ്പോഴായിരിക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ സാബൂസ എന്ന് പറഞ്ഞ ആ വില്ലനെ കാണിക്കുക. അപ്പോൾ തന്നെ കക്കാശി അവനെ കാണുകയും ചെയ്യും. ആ നീണ്ട വാൾ പിടിച്ച വില്ലനെ കണ്ടിട്ട് നമ്മളാൾക്കാർ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കക്കാശി ആണെങ്കിൽ അവനെതിരെ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ
ചടക് പടക് ആ വാള് കറങ്ങി വരും. ഇവരാണെങ്കിൽ എല്ലാവരും കുനിഞ്ഞു നിൽക്കും. ആ വാളാണെങ്കിൽ കറങ്ങി ചെന്നിട്ട് ഒരു മരത്തുമ്മ അടിച്ചു നിൽക്കും. എന്നിട്ട് ആ വാളിൻ്റെ മണ്ടക്ക് കയറി നിന്നിട്ട് മാസായിട്ട് നോക്കുകയാണ് നമ്മുടെ സാബുസ വില്ലൻ. അപ്പം നറൂട്ടോ വിചാരിക്കും, ഇവൻ ഏതടാ ഈ കഥയിലെ പുതിയ ആളാണോ? എന്തായാലും കഴിഞ്ഞ ടൈം സാസ്കെ മാസ് കാണിച്ച്, ഇനി എനിക്ക് മാസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നറൂട്ടോ ആണെങ്കിൽ ചാടി പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ കക്കാഷി സെൻസെ പറയും, നിൽക്ക്, അവിടെയാണെങ്കിൽ അവനൊരു വലിയ നിഞ്ചയാണ്. അവനെ പറ്റി ഞാൻ ആദ്യമേ കേട്ടിട്ടുണ്ട്. അവൻ ഇൻവിസിബിൾ ആവാനും വിസിബിൾ ആവാനും ഒക്കെ കഴിയുന്നേക്കും. അപ്പം നറൂട്ടോ പറയും, വിസിബിൾ ആവാനൊക്കെ കഴിയുമെന്ന് വിചാരിച്ച് അന്തം വിട്ടേക്കുമ്പോൾ അവനൊരു വലിയ ടീമിൻ്റെ തലവനാണെന്നൊക്കെ പറയും. അപ്പം നറൂട്ടോ പറയും, ഇവൻ ഏത് ടീമിൻ്റെ ഏത് തലവനായാലും എനിക്കെന്താ, ഞാനിവനെ അടിച്ചിടുന്നൊക്കെ പറയും. അപ്പോൾ കക്കാശി പറയും, അവൻ പ്രശസ്തമായ വാൾ ഫൈറ്റുകാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഫൈറ്റുകാരിൽ തന്നെ ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ നറൂട്ടോ ആണെങ്കിൽ എനിക്ക് ഏത് വാള് ഏതെന്നാ, പക്ഷെ ഞാൻ അവനെ അടിച്ചിടുന്നു പറഞ്ഞിട്ട് നറൂട്ടോ ആണെങ്കിൽ ആ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. കക്കാശിക്ക് മനസ്സിലാവും ഇതെന്തായാലും ചില്ലറക്കാരിയല്ല, എന്തായാലും ഈ ഫൈറ്റ് പെട്ടെന്ന് തന്നെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് കക്കാശി തൻ്റെ മറച്ച് വെച്ച കണ്ണ് തുറക്കും. അപ്പോൾ ചുവന്ന കളറിൽ കറുത്ത ഡോട്ടുള്ള ഒരു കണ്ണ് കാണും. ഇത് കണ്ടിട്ട് സാബുസ പറയും, എല്ലാം കൊണ്ടും നീ എനിക്ക് ഒരു ഒറ്റ എതിരാളി തന്നെയാണെന്ന് പറയും. അപ്പം നറൂട്ടോ പറയും, അതെന്താ ഇത്രയും കാലം കാണാത്തൊരു കണ്ണ്, ചുവപ്പിൽ കറുത്ത ഡോട്ടുള്ള കണ്ണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കക്കാശിനെ പിടിച്ച് കുലുക്കും. അപ്പം സാസ്കെ നല്ല വ്യക്തമായി പറഞ്ഞു കൊടുക്കും, ഇതാണ് ഷാരിംഗൻ. ഷാരിംഗൻ ഉച്ചിയ കുലത്തിലുള്ളവർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതരം സിദ്ധിയാണ്. ഈ ശരീരത്തിലുള്ള എല്ലാ ചക്രാസിനെയും ഒരുമിപ്പിച്ചിട്ട് ഷാരിംഗൻ കൊണ്ട് എല്ലാ ജുത്സുവേയും പെട്ടെന്ന് മനസ്സിലാക്കാനും ക്വിക്കായിട്ട് റിയാക്ഷൻ ചെയ്യാനും ഒക്കെ ഷാരിംഗൻ സഹായിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ സാബുസ വില്ലൻ പറയും, നീ ഒരു കാര്യം വിട്ടുപോയി, ഷാരിംഗൻ കൊണ്ട് മറ്റുള്ള ജുത്സുകളെ കോപ്പി ചെയ്യാനും കഴിയും. അങ്ങനെ കക്കാശി 1000ന് മുകളിൽ ജുത്സുകളെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻ്റെ പേര് കക്കാശി അട്ടാക്കെ. അങ്ങനെ പലതും കക്കാശിയെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സാസ്കെ ആലോചിക്കും, ഉച്ചിയക്കുളത്തിലുള്ളവർക്ക്, അതും ചിലവർക്ക് മാത്രം കിട്ടുന്ന ഈ ഷെരിഗൻ എങ്ങനെ കക്കാശിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് സാസ്കെ ആണെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാവും. കക്കാശി ആണെങ്കിൽ നിന്നെ എന്തായാലും തീർക്കടാന്ന് മട്ടിലുള്ളായിരിക്കും നിൽക്കുക. അപ്പം നമ്മുടെ സാബുസ വില്ലൻ ഒരു 1.5 പോസൊക്കെ ഇട്ടിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് നല്ല ഹൈറ്റ് ചാടിയിട്ട് ഒരു വെള്ളക്കെട്ടിന് മുകളിൽ വന്ന് നിൽക്കും. എന്നതിൻ്റെ ശേഷം ഒരു കൈ പൊന്തിച്ച് ഒരു കൈ താത്തി ഒരു പ്രത്യേക രീതിയിൽ നിന്നിട്ട് ശരീരത്തിനുള്ള എല്ലാ ചക്രയും ഏകോപിപ്പിക്കുകയാണെന്ന് കക്കാശി പറഞ്ഞു കൊടുക്കും. ഇതെന്ത് ആസനമെന്ന് നറൂട്ടോ ചിന്തിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ നേരെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ കക്കാശിൻ്റെ ഇടി കൊണ്ടിട്ട് എൻ്റെ കഥ കഴിയും. ഇനി എന്തായാലും എൻ്റെ ജുത്സു പുറത്ത് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഒരു ഫോഗ് റിലീസ് ചെയ്യും. അങ്ങനെ സ്ഥലം മുഴുവൻ പതുക്കെ ഫോഗ് കൊണ്ട് നിറയാൻ തുടങ്ങും. ഇവനാണ് സൈലൻറ്റ് കില്ലർ. അപ്പോൾ കക്കാശി ഒന്നും കൂടി ഇവനെ പറ്റി ആലോചിക്കായിരിക്കും. ഇവനൊരു സൈലൻറ്റ് കില്ലറാണ്, ഇവൻക്ക് ഇൻവിസിബിൾ ആവാനും വിസിബിൾ ആവാനും കഴിയും. അപ്പോൾ ഈ നമ്മളെ ആൾക്കാരോട് കക്കാശി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നറൂട്ടോ ചെക്കൻ തന്നെ ഒന്ന് അന്തം വിട്ടു പോവും. ഈ ഇൻവിസിബിളായിട്ട് നമ്മുടെ തൊട്ട ബാക്കിൽ വരിക, നമ്മൾ അടിച്ചിടുക. ഈ പുകയുള്ളത് കൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ അവനെ ഒരു തരി പോലും കാണാനും കഴിയില്ലെന്ന് പറയും. പതുക്കെ പുക കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ കക്കാശിയെ തന്നെ കാണാതാവും. പിന്നെ നമ്മുടെ ചെക്കന്മാരായിരിക്കും കാണിക്കുക. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ആ മുത്തശ്ശനെ കവർ ചെയ്ത് പിടിക്കുകയായിരിക്കും. നിങ്ങളുടെ കിഡ്നി, ഹാർട്ട്, വൃക്ക, തലച്ചോറ് മുഴുവൻ ഞാൻ ചൊരണ്ടി വെട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാബുസ ഓടി വരും. ആ സ്പോട്ടിൽ കക്കാശിയാണെങ്കിൽ അവൻ്റെ ചക്ര ഉപയോഗിച്ചിട്ട് ചുറ്റുമുള്ള ഫോഗിനെയൊക്കെ കുറച്ച് മാറ്റാനും ശ്രമിക്കും. ഇവൻ എന്തായാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാസ്കെ ആണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നോക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ കക്കാശി അത് തിരിച്ചറിഞ്ഞിട്ട്
നീ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഞാൻ മരിച്ചിട്ട് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് കക്കാശി ഫൈറ്റിനായിട്ട് മുരച്ച് നിൽക്കും. ഇത് കേട്ട് സാസ്കി സാക്കുറാണെങ്കിൽ ഒരു നിമിഷം അന്തം വിട്ടു പോവും. സാബൂസ ആണെങ്കിൽ ഇവിടെ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് സാബൂസ ഓടി വന്നിട്ട് കറക്റ്റ് ഇവളുടെ സെൻറ്ററിൽ നിൽക്കും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ കക്കാശിക്കാണെങ്കിൽ സാബൂസനെ സ്പോട്ടിൽ ക്യാച്ച് ചെയ്യും. സാബൂസ ആണെങ്കിൽ ഒരൊറ്റ വെട്ട് നമ്മുടെ ചെക്കന്മാരെല്ലാവരും തെറിച്ച് വെക്കും. പിന്നെ സാബൂസ ഓടിച്ചെന്നിട്ട് നമ്മുടെ കക്കാശീനെ തന്നെ 2 കഷ്ണമാക്കും. ചോരയ്ക്ക് പകരം വെള്ളം തെറിച്ചിട്ട് കക്കാശി അവിടെ മുറിഞ്ഞു വെക്കും. അപ്പോഴായിരിക്കും സാബൂസ് തന്നെ ഞെട്ടുക. സാബൂസ് അവിടെ ഈ ഫോഗ് ജുറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ജുറ്റ്സ് എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കക്കാശി കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സ്പോട്ടിൽ തന്നെ കക്കാശി വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള കുനായി എടുത്തിട്ട് സാബൂസനെ മടക്കി ലോക്ക് ചെയ്യും. അതോടുകൂടി നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ സാബൂസിനായിട്ടുള്ള ഫുൾ ഫൈറ്റ് ഉണ്ടാവും. അടുത്ത എപ്പിസോഡ് മിസ്സാക്കല്ലേ. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ലൈക്കും സബ്സ്ക്രൈബെങ്കിലും ചെയ്യണേ.